ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് വളരെ അഭിമാനത്തോടെ ഞാൻ എൻ്റെ ഗ്രാമത്തിൽ തന്നെയാണ് കേട്ടോ. എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന പ്രദേശത്താണ്. എന്താണ് ഈ പുത്തൂരിൻ്റെ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇന്ന് ഈ പുത്തൂരിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഭാവിയിൽ ഉറ്റുനോക്കുന്ന ഒരു ഗ്രാമമായി മാറുവാൻ പോവുകയാണ്. നമുക്ക് 190 മീതെ രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്ന് മുഴുവൻ നമ്മുടെ ഈ ഗ്രാമത്തിലേക്ക് ഭാവിയിൽ ആളുകൾ ഒഴുകിയെത്തും. ഒരു വർഷം 30 ലക്ഷം പേരെങ്കിലും മിനിമം ഈ ഗ്രാമം വിസിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പുത്തൂരി സുവോളജിക്കൽ പാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന ഒന്നായി അത് മാറും. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ നടപ്പാതയിലാണ്. നല്ല രീതിയിൽ ഇവിടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ കൂടുകളിലെ വർക്ക് ഫിനിഷിങ് രീതിയിലാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉൾവശം വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ പുറത്തുനിന്ന് കാണുന്ന വ്യൂ അല്ല, ഇവിടെ നല്ല രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് ഇവിടെ വർക്കുകളൊക്കെ നടന്നു പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ബാക്ക് വശത്ത് കാണുന്ന കിടങ്ങുകളിലെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ട്രീ കാണുന്നുണ്ട്. അത് മങ്കിൻ്റെയൊക്കെ ട്രീ ആണെന്ന് തോന്നുന്നു, അറിയില്ല കറക്റ്റായിട്ട്. എന്നിരുന്നാലും നല്ല രീതിയിൽ ഇവിടെ വർക്കുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞിടത്തോളം വെച്ച് നോക്കുമ്പോൾ ഈ രീതിയിലാണ് ഇവിടെ വരുന്നത് വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, ഇവിടെ നടപ്പാതയുടെ വർക്കൊക്കെ കുറേ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഗ്ലേസിങ് രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് കഴിഞ്ഞിടത്തോളം ഇവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നടപ്പാതയുടെ ഉള്ളിക്കൂടെ ഇടുമ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ സാധാരണ മറ്റുള്ള സൂലൊക്കെ കൂട്ടിലേക്കാണ് മൃഗങ്ങൾ കാണുക. ഇവിടെ അങ്ങനെയല്ല, കൂട്ടിലാണ് മനുഷ്യന്മാർ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകൾ ഈ സൂലിക്ക് വന്നു കഴിഞ്ഞാൽ ഈ കൂടിൻ്റെ അകത്ത് നിന്ന് മൃഗങ്ങളാണ് ഇവിടെ സൗകര്യമായിട്ട് വിലസുന്നത്. അപ്പോൾ നമുക്ക് ഈ കൂട്ടിൽ നിന്ന മൃഗങ്ങളെയൊക്കെ പുറത്ത് ഇങ്ങനെ കിടന്ന് നടക്കുന്നത് കാണാം. മറ്റുള്ള സൂലൊക്കെ കൂട്ടിലാണ് മൃഗങ്ങൾ, നമ്മളാണ് പുറത്ത് നിൽക്കുന്നത്. ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ നിന്ന ഈ ഗ്ലാസ് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഗ്ലാസ്സാണ്. ഇതിന് അപ്പുറത്താണ് മൃഗങ്ങൾ. അതായത് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫോട്ടോ എടുക്കാനോ അപ്പോൾ ഈ രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളായിട്ടുള്ള സെൽഫികളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതെടുക്കാം. ഇതൊക്കെ ഒരു സെൽഫി പോയിൻ്റായിട്ടും ഇതിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കിത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് ഒരു മാതൃകയാക്കാവുന്ന ഒരു പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏഷ്യയിലെ തന്നെ നമ്പർ 1 പാർക്കായിട്ട് നമ്മുടെ ഈ പുത്തൂരുള്ള ഈ സുവോളജിക്കൽ പാർക്കായി മാറും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു സൂവിൽ പോകണമെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നടപ്പാതയോടെ മുന്നോട്ട് വരുമ്പോൾ വീണ്ടും നേരത്തെ കണ്ട കൂടിനോട് സാമ്യമുള്ള ടൈപ്പ് കൂട് തന്നെയാണ് ഇത് വാർക്കേമ ചെയ്തിട്ട് മുള കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതും നമ്മൾ മനുഷ്യന്മാർ ഈ കൂട്ടിനകത്തും മൃഗങ്ങൾ പുറത്ത് തന്നെയാണ് കാണാൻ പറ്റുക. നമുക്ക് ഈ ഗ്ലാസ്സിന് ഉള്ളിൽ നിന്നിട്ടാണ് നമ്മൾ മൃഗങ്ങളെ ഇവിടെ നിന്ന് കാണുക. ഇതും ഒരു സെൽഫി പോയിൻ്റ് വ്യൂവിൽ രീതിയിൽ തന്നെയാണ് ഈ കൂടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വ്യൂ കൂടെയാണ് നമ്മൾ മൃഗങ്ങളെ കാണുക. ഇത് നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഗ്ലാസ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഈ ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഫുട്പാത്താണത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ മരങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഈ വ്യൂവിലും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഇവിടെ കിടന്ന് നടക്കുന്നത് നമുക്ക് ഈ റോഡിൽ നിന്ന് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇവിടെ ഭാവിയിൽ ഈ മരങ്ങളൊക്കെ വലുതായി കഴിയുമ്പോൾ ഇപ്പോഴത്തെ വെയിൽ പോലെ അല്ല, നല്ല രീതിയിൽ തണലും എല്ലാം മാറിയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറായി ഈ സ്ഥലം മാറും എന്തായാലും. നമുക്ക് നേരത്തെ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് മൃഗങ്ങളെ കണ്ട പോലെ തന്നെ ഈ ഓപ്പൺ സ്പേസിലും ഇവരിവിടെ നല്ല രീതിയിൽ ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ കിടങ്ങാന്ന് തോന്നുന്നു. അപ്പുറത്ത് കാണുന്നുണ്ട്, അവിടെ പാറ കാണുന്നുണ്ട്. നമുക്ക് ഈ പോയിന്റിൽ നിന്നിട്ട് നമുക്ക് മൃഗങ്ങളെയൊക്കെ ഇവിടെ ഓപ്പണായിട്ട് കാണാൻ പറ്റും. അപ്പോൾ രണ്ട് രീതിയിലും വ്യൂ ആണ് നമുക്ക്. തൃശ്ശൂരിലുള്ള അവിടെ സ്ഥലപരിമിതി മൂലം നമുക്ക് അവിടുത്തെ മൃഗങ്ങളെയൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് പുത്തൂർക്കുള്ള സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നത്. ഇൻ്റർനാഷണൽ സൂ ഡിസൈനറായിട്ടുള്ള ജോൺ കോയാണ് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മറ്റുള്ള കൂടിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്ത രീതിയിലുമായിട്ടുള്ളൊരു കൂടാണിത്. ഇത് മറ്റുള്ള സൂവിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു പക്ഷേ ഈ കൂട് കാണുമ്പോൾ നമുക്ക് ഒരു പക്ഷികൾക്കുള്ള ഒരു കൂടൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിലൊരു മരമൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷികളൊക്കെ മുകളിലേക്ക് പറന്ന് പോകാണ്ടിരിക്കാനും വലിയ കൂടാണ് കേട്ടോ. അപ്പോൾ പക്ഷികളുടെ ഒരു കൂടാൻ കണ്ടിട്ട് തോന്നുന്നത് ഒരു പക്ഷേ അതായിരിക്കാം.
വളരെ വലിയൊരു കൂടാണ് കേട്ടോ അത്, വളരെ വലിയൊരു കൂട്. ഏത് തരത്തിലുള്ള പക്ഷികൾക്കോ അല്ലെങ്കിൽ എന്തിനുള്ളതായാലും നല്ല രീതിയിൽ ഈ കൂട് ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ മരമാണ് കേട്ടോ ഇവിടെ ഇട്ടുകണവർ. ഈ കൂടിനെ ഇത് ചെയ്തിട്ടുള്ളത് ഇവർക്ക് നല്ല ഒറിജിനൽ തടി കൊണ്ട് തന്നെയാണ് ഇത് ഇട്ടുകണത്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുള്ളതൊന്നല്ല. ഇങ്ങനത്തെ 2 മരം കൊണ്ട് ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. 336 ഏക്കറിലാണ് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ മൊത്തം ഏരിയ കേട്ടോ. ഈ സൂ ഒന്ന് നമുക്ക് നടന്ന് കാണണമെങ്കിൽ അറൗണ്ട് ഒരു 12 കിലോമീറ്റർ നടക്കാനുള്ള ട്രാക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ കൂടിൻ്റെ ഇടത്തെ സൈഡിലെ ചെറിയ ചെറിയ കൂടുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് അത് കറക്റ്റായിട്ട് അറിയുന്നില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു വലിയ കൂട് ഇവിടെ, അതിൻ്റെ ഉള്ളിൽ വേറെ ചെറിയ ചെറിയ കൂടുകളും ഇതിലിവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് നടക്കുന്നത്. ഇതിനുള്ള ഡോറുകളാണെന്നുകൊണ്ട് ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമുക്കൊരു മൃഗങ്ങളെ കാണുവാൻ പോകുന്നതിന് ഉപരി നമുക്കൊരു ഫോറസ്റ്റിൽ പോകുന്നൊരു ഫീലും മൃഗങ്ങളെ വളരെ അടുത്ത് കാണാനുള്ളൊരു ഭാഗ്യവും കൂടിയും നമുക്ക് ഇത് യാഥാർത്ഥ്യമോടുകൂടി നമുക്ക് ലഭിക്കുകയാണ്. കേരള ടൂറിസത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്ര അതിഗംഭീരമായിട്ടാണ്, അതിമനോഹരമായിട്ടാണ് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേരള ടൂറിസത്തിന് ഇപ്പോൾ എടുത്തു പറയുമ്പോൾ നമ്പർ 1 ആയിട്ട് തന്നെ കേരളത്തിലെ ഈ സുവോളജിക്കൽ പാർക്ക് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഫേസ് 2 വർക്കുകളും ഇവിടെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അതായത് ഹോസ്പിറ്റലുകൾ, പാർക്കിങ്, എല്ലാ രീതിയിലുള്ള സൂവിൻ്റെ അടുത്ത ഘട്ട വർക്കുകളും വളരെ വേഗത്തിൽ തന്നെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
പുത്തൂർ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു എൻഡിലാണ്. ചെറിയ രീതിയിലെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.